ഹായ്, ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഈ കേക്ക് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അതുമല്ല, ഓറഞ്ച് ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അതേപോലെ ഈ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ കേക്കിൻ്റെ ടെക്സ്ചർ നോക്കി നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ കേക്ക്. ഇനി നമുക്ക് ഒരു 2 ഓറഞ്ച് എടുത്തിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം നല്ലോണം തുടച്ച് കളഞ്ഞതിന് ശേഷം ഒരു ഗ്രേറ്റർ എടുത്തിട്ട് അതിൻ്റെ സ്കിന്ന്, അതായത് വെള്ള ഭാഗം വരാതെ ആ ഓറഞ്ച് ഭാഗം മാത്രം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെക്കാം. നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്, ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പം ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു ഓറഞ്ച് സ്ലൈസ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഇപ്പം സ്കിന്നോട് കൂടിയിട്ടാണ് സ്ലൈസ് ചെയ്തിട്ടുള്ളത്. ചില ഓറഞ്ചിൻ്റെ സ്കിൻ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിൻ റിമൂവ് ചെയ്തിട്ട് അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ആ വെളുത്ത ഭാഗവും റിമൂവ് ചെയ്ത് കുരുക്കളും കളഞ്ഞിട്ട് വേണം ഇതിന് ഇടാൻ. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ സ്ലൈസ് ചെയ്ത ഓറഞ്ച് പീസസ് ആഡ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ 3/4 കപ്പ് ഷുഗർ ആഡ് ചെയ്യുക. അതേപോലെ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. പിന്നെ നമ്മളിത് ഓറഞ്ച് കേക്ക് ആണെങ്കിലും ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. സ്ലോ സ്പീഡിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റുക. ഇതിലോട്ട് 1 കപ്പ് മൈദയിൽ 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ മിക്സ് ചെയ്തത് കുറേശ്ശെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലോട്ട് ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ കേക്കിനൊരു നല്ല ഫ്ലേവർ തരും. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ബേക്കിംഗ് ട്രേ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇന്ന് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് സ്റ്റൗ ടോപ്പിലാണല്ലോ. സോ നമ്മുടെ പാത്രം പ്രീഹീറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് നമ്മുടെ ഈ മിക്സ് വെച്ചിട്ട് ഒരു 35 to 40 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കേക്കിലേക്ക് ഒഴിക്കാനായിട്ടൊരു സിറപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഇതിലോട്ട് ഒരു 1 അല്ലെങ്കിൽ 1.5 ഓറഞ്ചിൻ്റെ ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. അത് എനിക്ക് കുറച്ചധികം വന്നു. അതുകൊണ്ട് 1 ഓറഞ്ചിൻ്റെ ജ്യൂസ് ആയാലും മതി. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് തിക്കായിട്ട് വലിയ സിറപ്പിൻ്റെ ആ ഒരു തിക്നെസ്സിലൊന്നും കിട്ടണമെന്നില്ല. ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. നമ്മുടെ കേക്ക് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് ബേക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൽ ഒരു സ്ക്യൂവറോ നൈഫോ വല്ലതും വെച്ചിട്ട് കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിറപ്പ് ഇപ്പം ഈ കേക്കിലേക്ക് നമ്മൾ ഒഴിക്കുമ്പം ആ കേക്കിലത് നന്നായിട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ സിറപ്പ് കുറേശ്ശെ ആയിട്ട് നമുക്ക് ഈ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ജ്യൂസി ആവണം എന്നുള്ളതനുസരിച്ചിട്ടാണ് നിങ്ങൾ സിറപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് സെറ്റ് ആവാനായിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. കുറഞ്ഞതൊരു 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ കേക്ക് കഴിക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം. ഓക്കെ, നമ്മുടെ യമ്മി ഓറഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയുമാണ്.